നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ പഠിക്കാം. വ്യഞ്ജനാക്ഷരങ്ങളെന്ന് പറയുമ്പം സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു, എ ഇ ഐ ഒ യു. അതല്ലാതുള്ള ബാക്കി അക്ഷരങ്ങൾ. അതിലാദ്യത്തേത് ബി. ബി എന്ന അക്ഷരം നമുക്ക് ബ് ബ് എന്ന ശബ്ദമാണ് നൽകുന്നത്. ബ് ബ്. സി എന്ന അക്ഷരം സ് എന്നും ക് എന്നും നൽകുന്നുണ്ട്. അടുത്തത് ഡി. ഡി എന്ന അക്ഷരം ഡ് എന്ന ശബ്ദമാണ് നമുക്ക് നൽകുന്നത്. അപ്പം ബ് സി സ് എന്നും ക് എന്നും ഷ് ശബ്ദം വരുന്ന സ്ഥലവും ഉണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം സ് ക് ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പം ബ് സ് ഡ്. അടുത്ത അക്ഷരം ഇ ആണ്. അത് നമ്മൾ വവലി പഠിച്ചു, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ എഫ്. എഫ് എന്ന് പറയുന്ന അക്ഷരം നമുക്ക് ഫ് എന്ന ശബ്ദമാണ് നൽകുന്നത്. ലീഫ്, ഫാൻ എന്നൊക്കെ പറയുമ്പം എഫ്. ഫ്. അതിൻ്റെ കൂടെ വവലി ചേരുമ്പോഴാണ് എ എന്ന ശബ്ദം ചേരുമ്പോൾ ഫ എന്ന്, ഇ എന്ന ശബ്ദം ചേരുമ്പോൾ ഫീ എന്ന് അത് നമുക്ക് പറയാം. അടുത്ത നോക്ക് ജി. ജി എന്ന അക്ഷരത്തിന് ഗ എന്നും ജ് എന്നും ശബ്ദം വരും. ഗ, ഗീത, ഗം എന്നൊക്കെ പറയുമ്പം ജി. ഗ. ജഗ്. ജഗ് വരൂല. ജനറൽ, ജാം എന്നൊക്കെ പറയുമ്പോൾ ജി എന്ന അക്ഷരം വരും. അടുത്തത് ജെക്ക് ജ് എന്ന ശബ്ദമാണ്. അടുത്തത് കെ. കെ എന്ന അക്ഷരം ക് ക് എന്ന ശബ്ദമാണ് നൽകുന്നത്. എൽ എന്ന അക്ഷരം ല് അല്ലെങ്കിൽ ഇൽ എന്ന ശബ്ദവും നൽകും. അടുത്തത് എം. എം എന്ന അക്ഷരം മ് മ് എന്ന ശബ്ദമാണ് നൽകുന്നത്. അപ്പോൾ ഈ എം എന്ന അക്ഷരം ആയാലും ഏതക്ഷരമായാലും അതിനോട് സ്വരാക്ഷരങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അക്ഷരങ്ങൾ. ഇപ്പം ആ സ്വരം, ആ ഇ മാ മീ മു എന്നൊക്കെ എഴുതണമെങ്കിൽ വ്യഞ്ജനവും സ്വരങ്ങളും കൂടെ ചേർക്കും. അടുത്തത് എൻ എന്ന അക്ഷരം. എൻ ന് ന് ശബ്ദം. നോസ്, നൈസ്, നെറ്റ് എന്നൊക്കെ പറയാം. ന് അതിൻ്റെ കൂടെ വവൽ ചേർത്ത് വരാം. അടുത്തത് പി എന്ന വാക്ക്. പി എന്ന അക്ഷരം പ് എന്ന ശബ്ദമാണ് നൽകുന്നത്. പ്. അടുത്തത് ക്യൂന് ക്യൂ എന്ന ശബ്ദം തന്നെയാണ് കിട്ടുന്നത്. ക്യൂ 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 എന്ന് പറയത്തില്ലേ, ക്യൂ എന്ന ശബ്ദം. ആർ എന്ന ലെറ്റർ. ആർ എന്ന ലെറ്ററിന് റാ ട റ് റ് അല്ലെങ്കിൽ ഇർ എന്ന ശബ്ദമാണ് ആറിനുള്ളത്. ഈ ഇംഗ്ലീഷിൽ ആർ കടുപ്പിച്ച് ആർ എന്ന് പറയത്തില്ല, ആർ ആർ എന്നാണ് പറയുന്നത്. അടുത്തപ്പം എന്നുള്ള ശബ്ദം റ്. അപ്പം അറിയാത്തവർക്കായതുകൊണ്ടാണ് കടുപ്പിച്ചത്. പിന്നെ എസ് സ് ശബ്ദവും ടി ട് ഡ്. അടുത്തത് വ്. വി വ് എന്ന ശബ്ദവും ഡബ്ല്യുവും ഊ എന്ന ശബ്ദം. നമ്മൾ സ്വന്തം വായുടെ പകുതിയും കൂടെ ചേർത്ത് വ് എന്ന് പറയുന്ന ശബ്ദം. മറ്റേത് വ് എന്ന ശബ്ദം. അടുത്തത് എക്സിന് ക്സ് എന്ന ശബ്ദമാണ് എക്സ് നൽകുന്നത്. അടുത്തത് വൈ. വൈ യു യാ യു ഈ ശബ്ദമാണ് വൈ നൽകുന്നത്. ഇസഡ് നൽകുന്നത് സ് എന്ന ശബ്ദമാണ് ആ അക്ഷരം ചേരുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം മനസ്സിലായല്ലോ. നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ലളിത എന്നൊന്ന് എഴുതി നോക്കാം. ലളിത എന്നെങ്ങനെ എഴുതും? ല വരണമെങ്കിൽ ല് എന്ന ശബ്ദം വരണം. അതിൻ്റെ കൂടെ ആ എന്ന ചിഹ്നം കൊടുത്താൽ ല എന്ന ശബ്ദം കിട്ടും. അതുപോലെ ലി എന്ന് വരണമെങ്കിൽ ല് എന്നുള്ള ശബ്ദം വേണം. ഇ എന്ന സ്വരവും വേണം. അടുത്തത് ത എന്ന് പറയണമെങ്കിൽ ത് അധികം ആയാണ്. അപ്പം ലിന് എല്ലും ആ വരണമെങ്കിൽ എയും കൂടെ ചേർത്ത്. അപ്പം ല. ലി വരണമെങ്കിൽ എല്ലും അയ്യും കൂടെ ചേർത്തു ലി. അടുത്തത് ത് ആ. തായുടെ കൂടെ ആയും കൂടെ ചേർത്തു തിൻ്റെ കൂടെ. അപ്പം ലളിത. ലളിത എന്ന് എഴുതിയാണ്ടോ? അതുപോലെ നമുക്ക് അടുത്ത വാക്ക് നമുക്ക് കമല എന്ന് എഴുതി നോക്കാം. കമല. കാ എഴുതുന്നത് എങ്ങനെയാണ്? കെ എയും കൂടെ ചേരുമ്പോൾ കാ വരും. എമ്മും എയും കൂടെ ചേരുമ്പോൾ മാ വരും. എല്ലും എയും കൂടെ ചേരുമ്പോൾ ലാ വരും. അപ്പം കമല. കമല എന്ന് എഴുതാൻ പഠിച്ചേ. ഇനി നമുക്ക് അക്ബർ എന്ന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അക്ബർ. ആ ക് ബ ർ. അപ്പം ആയ്ക്ക് എ എഴുതി, ക് എഴുതാൻ കെ എഴുതി, ബ എഴുതാൻ ബ എഴുതിയിട്ട് എ. അപ്പം ബ. അപ്പം ബി എ എഴുതി, ആർ റിന് എഴുതി. അപ്പം അക്ബർ. ഈ അക്ബർ എന്ന് പറയുന്ന അറബി പദമാണ്. അതിന് ക്യൂ എഴുതുന്നതുകൊണ്ട് അതാണ് ശരിക്കും ആ അറബിയിലെ ഉച്ചാരണം ക്യൂ ആണ്. നമ്മളിപ്പോൾ ഇത് മലയാളം പഠിക്കുന്നതുകൊണ്ട് അറബി ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇത് നമുക്ക് കാവ്യ എന്നൊന്ന് എഴുതി നോക്കാം. കാവ്യ എന്ന് എഴുതാൻ കായും വ് യ. വും യായുടെ പകുതിയും കൂടെയാണ് നമ്മൾ കാവ്യ എന്ന് മലയാളത്തിൽ എഴുതുന്നത്. അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണ്? കായ്ക്ക് നമ്മൾ കെയും എയും എഴുതി കാ. വിന് വി എഴുതി, യായ്ക്ക് വൈകിട്ട് എഴുതി. അപ്പം കാവ്യ. കണ്ടോ?
അടുത്തത് നമുക്ക് ഇത്യാന്ന് എങ്ങനെ എഴുതുന്നതെന്ന് നോക്ക്. ത് വൈ എ ത്യ. ഉമ്മ്യ ഇക്യ ഇര്യ ഇന്യ എഴുതിയിരിക്കുന്നുണ്ടോ? അടുത്തത് നോക്കിയേ. ത്ര മറ ക്ര ഇതൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.